പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത്. അതേ പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചു എന്ന വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുതെന്ന് പറയുന്നത് ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ശ്രീനിവാസൻ പറഞ്ഞ ഡയലോഗിലൂടെയാണ്. ആ സന്ദേശം എന്ന സിനിമയിലൂടെ രാഷ്ട്രീയത്തിലെ കൊള്ളരുതായ്മകൾ, അതിൻ്റെ ഉള്ളറകളെല്ലാം തന്നെ തുറന്നു കാട്ടി. ഇതൊക്കെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന ശ്രീനിവാസൻ നമ്മളോട് വിട പറഞ്ഞു പോയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ, ശ്രീനിവാസൻ, സത്യൻ അന്തിക്കാട് കൂട്ടുകെട്ടിലിറങ്ങിയ സിനിമകൾ ശരിക്കും നമ്മുടെ തൊട്ട അയൽപ്പക്കത്ത് നടക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഈ സിനിമാ മേഖലയിൽ നായക സങ്കല്പം എന്ന് പറയുന്നത് വെളുത്ത് തുടുത്ത് നല്ല പൊക്കമുള്ള അങ്ങനെയൊക്കെ ഒരു വിചാരിക്കുമ്പോഴാണ് ശ്രീനിവാസൻ നായകനായിട്ട് വരുന്നു, തിരക്കഥാകൃത്തായിട്ട് വരുന്നു, സംവിധായകനായിട്ട് വരുന്നു, എല്ലാ മേഖലകളിലും ആധിപത്യം പുലർത്തിയാണ്. എങ്ങനെയാണ് സാറേ ശ്രീനിവാസനെ ഓർത്തെടുക്കുക? സത്യത്തിൽ ഞാൻ തയ്യാറെടുപ്പില്ലാതെ സാധാരണഗതിയിൽ സംസാരിക്കുകയില്ല. തയ്യാറെടുപ്പില്ലാതെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാൻ കഴിയുന്ന ഒരു ജീവിതവും കഥാപാത്രവും നായകനുമാണ് ശ്രീനിവാസൻ. എൻ്റെ നാട്ടിലാണ് ശ്രീനിവാസൻ കണ്ണൂരിൽ നിന്ന് വന്ന് കഴിഞ്ഞ കുറേ വർഷമായിട്ട് താമസിക്കുന്നത്. അത്രയ്ക്ക് തൊട്ടപ്പുറത്ത് കണ്ടനാട്, അവിടെ കാർഷിക, അതെ, അവിടെ പാടത്ത് വിതയ്ക്കാനും അങ്ങനെ പലതരം താല്പര്യങ്ങൾ അദ്ദേഹത്തിനുണ്ടല്ലോ. വിഷമില്ലാത്ത പച്ചക്കറികൾ, നെല്ല്, അങ്ങനത്തെ താല്പര്യങ്ങളും ഒക്കെ വന്നിട്ടാണ് ആ ഭാഗത്ത് അദ്ദേഹം കൃഷി ഇറക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അവിടുത്തെ നാട്ടുകാരെയൊക്കെ സംഘടിപ്പിച്ച് കൃഷിയൊക്കെ ഇറക്കുകയൊക്കെ ചെയ്തിരുന്നു. 48 വർഷം സിനിമയിൽ ഉണ്ടായിരുന്നു. അതിലൊരു 1/4 നൂറ്റാണ്ടോളം സിനിമയ്ക്ക് മുകളിൽ ഭയങ്കര സ്വാധീനമായിരുന്നു അദ്ദേഹത്തിന്. കാരണം അദ്ദേഹത്തിനെ പോലൊരു തിരക്കഥാകൃത്ത്, അതുപോലെ സത്യൻ അന്തിക്കാടും ശ്രീനിവാസനും തമ്മിലുള്ള കൂട്ടുകെട്ട്, അതുപോലെ പിന്നെ പ്രിയദർശനുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ വന്നിട്ടുള്ള അസാമാന്യമായ ചലച്ചിത്രങ്ങൾ, ഇതൊക്കെ ആ 1/4 നൂറ്റാണ്ടിൻ്റെ സംഭാവനയാണ്. അദ്ദേഹത്തിന് ഈ ഓർക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹം രൂപസൗകുമാരിയോ ഒന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ നോക്കി ചിരിക്കാനുള്ള അസാമാന്യ സിദ്ധിയായിരുന്നു. കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം ഒരു പക്ഷേ തന്നെ നോക്കി ഇതുപോലെ ചിരിച്ചിട്ടുള്ള വേറൊരാൾ മലയാള കലാരംഗത്തുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ പറ്റിയൊക്കെ ധാരാളം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം സ്വന്തം അച്ഛനെ പേടിച്ച് ഒക്കെ ജീവിച്ചിരുന്ന ആളാണ്. പിന്നെ സ്കൂളിലും കോളേജിലും ഒക്കെ നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നു, നാടകം എഴുതുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു അദ്ദേഹം. അത് കഴിഞ്ഞിട്ടാണ് ഈ സിനിമാ താല്പര്യം. കാരണം അദ്ദേഹം അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സതീർത്ഥ്യൻ ആയിരുന്നു അവിടെ രജനീകാന്ത്. രജനീകാന്തുമായിട്ട് എല്ലാ കാലത്തും നല്ല ബന്ധമായിരുന്നു, അടുപ്പം പുലർത്തുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ കഥ പറയുമ്പോൾ എന്നുകൊണ്ടൊരു സിനിമ ആർക്കെങ്കിലും മറക്കാൻ കഴിയുമോ? ഒരിക്കലും മറക്കാൻ കഴിയില്ല. അദ്ദേഹം ആ മേലുകാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അല്ലേ ഒരു ബാർബർ ആയിട്ട് ആ കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ സിനിമയിൽ ഈ മമ്മൂട്ടി വരുന്ന കുറച്ച് നേരമുണ്ട്, അത് തന്നെ നമ്മളെ പിടിച്ചിരുത്തുന്ന വൈകാരികമായ രംഗം, ഭയങ്കര വൈകാരികമാണ്. അപ്പൊ ആ രംഗം വെച്ചിട്ടാണ് അത് തമിഴിലേക്ക് എടുക്കുന്നതും. മറ്റേ കുസേലൻ എന്നൊറ്റ പറഞ്ഞൊരു സിനിമ, അതാണ് ശീർഷകം എന്നാണ് എൻ്റെ ഓർമ്മ. അതിനപ്പുറത്തേക്ക് വേറെ ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പം നാടോടിക്കാറ്റ് എന്ന് പറയുന്ന സിനിമ കുറേ വർഷങ്ങൾ മുമ്പാണ്, 1986 മറ്റോ ആണ്. അതെ. ആ സിനിമയിൽ മോഹൻലാലും ശ്രീനിവാസനും 2 തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരാണ്. അന്ന് സമൂഹത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു ഈ തൊഴിലാത്ത. അപ്പോൾ ഈ ശ്രീനിവാസൻ നടന്നു പോകുന്ന സമയത്ത് ഒരു സൈക്കിളിൽ ഒരാൾ ഓട്ടോ ഇട്ടുകൊണ്ട് പോവുകയാണ്, അല്ലെങ്കിൽ ഓട്ടോ കാറിലോ മറ്റോ. നാളെയാണ് നറുക്കെടുപ്പ്, ലക്ഷങ്ങൾ നേടാൻ പോകുന്നു. അപ്പോൾ ഉടനെ ശ്രീനിവാസൻ ആത്മകഥ എന്നാണ് പറയുന്നത്, നാളെയോ മറ്റേനാളോ എന്ന് വേണേലും നറുക്കെടുത്ത്. കാരണം ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ചെറുപ്പക്കാർ എവിടെയെങ്കിലും ലോട്ടറി എടുക്കുന്നതെന്നോ അല്ലാതെ സമ്മാനം കിട്ടുന്നതെന്നോ ഒന്നും പറഞ്ഞാൽ ഒന്നും അതിന് പിറകെ പോകുന്നില്ല. ജനങ്ങളുടെ മനസ്സിലേക്ക് അത് കയറി വരികയാണ്. പിന്നീട് ഈ പറയുന്ന സന്ദേശത്തിലെ ഡയലോഗുകൾ വളരെ പെട്ടെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നിന്നിട്ട് എങ്ങനെ അതിനെ വിമർശിക്കാമെന്ന് കാണിച്ചു തരുന്നു. ഈ വരവേൽപ്പ് എഴുതി കഴിഞ്ഞതിന് ശേഷം ഈ ശ്രീനിവാസൻ്റെ അടുത്ത് അവിടുത്തെ CPM ഒരു ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി വന്നിട്ട് ചോദിച്ചു, ഇത്രയും വേണമായിരുന്നു എന്ന്. അതായത് ശ്രീനിവാസൻ പറഞ്ഞത് അവിടെ സംഭവിച്ചൊരു കാര്യമാണ്, അതിനെ ഞാൻ സിനിമയാക്കിയതേ ഉള്ളൂ. അപ്പോൾ ആ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നിന്ന് തിരിച്ചു വന്ന ഒരാൾ ഈ ബസ് വാങ്ങിച്ച്
ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുമ്പോൾ പാർട്ടി ഇടപെട്ട് നശിപ്പിക്കുന്നത് അത് യഥാർത്ഥത്തിൽ നടന്നതാണ്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നേരിട്ട് വന്ന് ശ്രീനിവാസനോട് ചോദിക്കുന്നു പറയുമ്പോഴേ, പക്ഷേ അയാൾ വലുതായിട്ട് പ്രതികരിച്ചൊന്നുമില്ല, മോശമായി ഇപ്പോൾ ഇത് ഇത്രയും വേണ്ടായിരുന്നു എന്നാണ്. ഇനി അറബിക്കഥ എന്ന് പറയുന്ന സിനിമ, അതിനകത്ത് തൊഴിലാളി വർഗത്തിൻ്റെയൊക്കെ വലിയ നേതാവായിട്ട് കാണിക്കുന്നു. ഇയാൾ ഗൾഫിൽ പോകുമ്പം ഇയാളുടെ ഒരു പ്രതിഷേധം, ഇയാളൊരു ബാത്റൂമിൽ കയറി നിന്നിട്ടാണ് ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഒരു സാധാരണ മലയാളിയുടെ മാനറിസങ്ങളൊക്കെ കൃത്യമായിട്ട് അവതരിപ്പിക്കാനായിട്ട് കഴിഞ്ഞു. ഓരോ സിനിമയിലും അങ്ങനെ ഇപ്പം മമ്മൂട്ടി മോഹൻലാലിൻ്റെയൊക്കെ കാലത്തിനപ്പുറത്തേക്ക് ഇങ്ങ് ഫഹദ് ഫാസിലിൻ്റെ കൂടെ അല്ലെങ്കിൽ മകൻ്റെ സിനിമകളിൽ വരെ അഭിനയിക്കുന്ന തരത്തിലേക്ക് മാറി. അപ്പം ഇത്രയും കാലത്തിനിടയിൽ സാർ 1976 ഇയാൾ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിച്ചത്, 300-ലധികം സിനിമകളിൽ അഭിനയിച്ചു. അപ്പോൾ ഈ ഇത്രയും കാലഘട്ടത്തിൽ ഒരേപോലെ ആ ഹ്യൂമർ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു അനിതര സാധാരണമായ കഴിവല്ലേ? അതായത് ഈ സമൂഹത്തിൻ്റെ ഒരു വിമർശനം, വിമർശനാത്മകമായിട്ട് ഈ സമൂഹത്തിനെ കാണുക, ഇടത്തരക്കാരുടെ ജീവിതം കാണുക, ഇടത്തരക്കാരുടെ പ്രതിസന്ധികൾ കാണുക, ജീവിത പ്രതിസന്ധികൾ കാണുക, രാഷ്ട്രീയം. അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കൂടെയൊക്കെ നടന്നിട്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വിമർശകനായിട്ട്, വലിയ വിമർശകനായിട്ടൊക്കെ മാറിയ ഒരാളാണ്. അപ്പോൾ ആ രാഷ്ട്രീയവും അതൊക്കെയാണല്ലോ ഈ സന്ദേശം. ഈ സന്ദേശം വരവേൽപ്പ് തുടങ്ങിയ സിനിമകളൊക്കെ ദേശീയ നേതാക്കൾ ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോഴൊക്കെ അല്ലേ, മോദിയെ പോലുള്ള ആളുകളൊക്കെ മറ്റേ പറയുന്ന പേരുകളാണ്. പിന്നെ ഈ സിനിമകളുമൊക്കെ ആയിട്ട് നമ്മുടെ സമൂഹവും നമ്മുടെ ജീവിതവും ഭയങ്കരമായിട്ട് ഇഴുകിച്ചേർന്നിട്ടുണ്ട്. പവനായി ശവമായി ഇല്ലേ, ഇദ്ദേഹത്തിന്റെ സിനിമകളിൽ നിന്ന് ശരിക്കും പഴഞ്ചൊല്ല് പോലെ ധാരാളം ശൈലികൾ രൂപപ്പെട്ടു നമ്മൾ കടമെടുത്തിട്ടുണ്ട്. അപ്പൊ അത്രമാത്രം സ്വാധീനം. സത്യത്തിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ ശ്രീനിവാസന്റെ സിനിമകളിൽ ഗവേഷണം നടത്തിയിട്ട് ആരെങ്കിലും PhD നേടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശരിക്കും അത്രയും കാലത്തെ നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഈ വളർച്ച താഴ്ചകളൊക്കെ ആ സിനിമയിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. മലയാളിയുടെ എല്ലാ ധർമ്മസങ്കടങ്ങളും സന്ത്രാസങ്ങളും എല്ലാം ഇതിൽ ഒരു ഗവേഷണം നടത്തിയാൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ സ്പൂഫ് എന്ന് പറയുന്ന സാധനം, ഇപ്പോൾ മലയാള സിനിമ വലിയ പ്രതിസന്ധിയിൽപ്പെട്ടിട്ട് വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി സിനിമകൾ നിർമ്മിക്കാതിരുന്ന ഒരു സമയത്ത് ആണ് ഉദയനാണ് താരം എന്ന് പറഞ്ഞിട്ട് സിനിമ വരുന്നത്. ആ ഉദയനാണ് താരം എന്ന് പറഞ്ഞ സിനിമയിൽ തന്നെ ശരിക്കും സൂപ്പർ സ്റ്റാറുകളെ തന്നെ കളിയാക്കുന്ന ഒരു വേഷത്തിലാണ്. സത്യത്തിൽ മോഹൻലാലും മമ്മൂട്ടിയുടെയും ഒക്കെ അത്തരം സൂപ്പർ സ്റ്റാർഡം, അതിൻ്റെയൊക്കെ ഒരു ക്രിട്ടിക് വിമർശനമാണ് ആ സിനിമ. പക്ഷെ അതിൽ ആ വിഷമിക്കുന്ന ആ സംവിധായകനാകാൻ ശ്രമിക്കുന്ന ഒരു അസിസ്റ്റന്റ് ഡയറക്ടറുടെ വേഷം കെട്ടിയാണ് മോഹൻലാൽ എന്ന് പറഞ്ഞൊരു സൂപ്പർ സ്റ്റാർ. ആ ധർമ്മസങ്കടം, നമ്മുടെ സിനിമയുടെ തന്നെ ധർമ്മസങ്കടം ചിത്രീകരിക്കാൻ കാണിച്ച ആ ധൈര്യം അപാരമാണ്. സിനിമയ്ക്കുള്ളിലെ സിനിമയായിരുന്നു അത്. മാത്രമല്ല അദ്ദേഹം മോഹൻലാലും ഒക്കെ ചെറിയ തോതിൽ അകന്നു പോവുകയൊക്കെ ചെയ്തു, ബന്ധത്തിൽ ചെറിയ വിള്ളലൊക്കെ വന്നതും ഒക്കെ ഈ ക്രിറ്റിസിസത്തിന്റെ ഭാഗമായിട്ട് തന്നെ വന്നതാണത്. എന്ന് പറഞ്ഞാൽ പേഴ്സണലി വലിയ അകൽച്ചയൊന്നും ഉണ്ടാകണമെന്നില്ല, പക്ഷെ ഒരു ക്രിറ്റിസിസം ഉണ്ട്. ഈ സൂപ്പർ സ്റ്റാറുകൾ ഇത് അടക്കി ഭരിക്കുകയും സിനിമയ്ക്ക് താങ്ങാനാകാത്ത ശമ്പളം വാങ്ങിക്കുകയും ഇങ്ങനത്തെ ഒരു സംഗതിയൊക്കെ ഉണ്ടല്ലോ. അതാണ് സത്യത്തിൽ ഈ ഉദയനാണ് താരം എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു തീം ആയിട്ട് വരുന്നത് തന്നെ. അതിൽ സൂപ്പർ സ്റ്റാർ ആയിട്ട് വരുന്നത് മറ്റേ ഇങ്ങേരാണല്ലോ, ശ്രീനിവാസൻ തന്നെയാണ്. എന്നിട്ട് ശ്രീനിവാസൻ ഇങ്ങനെ പലതും അത് പച്ചാളം ബാസി, വല്ലാത്ത കഥാപാത്രം. അതുപോലെ ഈ ശ്രീനിവാസനെ ഈ സഹതാരം എന്നതിനപ്പുറത്തേക്ക് നായകനായിട്ട് പ്രത്യക്ഷപ്പെട്ട ചില വേഷങ്ങളുണ്ട്. ഇപ്പൊ തലയുടെ മന്ത്രം പോലെയുള്ള സിനിമ, വടക്കു നോക്കി, അതൊന്ന് ആലോചിച്ച് നോക്കിയോ, ഇത് നമ്മുടെ സമൂഹത്തിൽ അപ്പുറത്തെ വീട്ടിൽ അയാൾ അങ്ങനെയല്ലേ, അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ അയാൾ അങ്ങനെയല്ലേ എന്ന് നമ്മൾ തോന്നിപ്പിക്കുന്ന, ശരിക്കും ജീവിക്കുകയാണ് കഥാപാത്രങ്ങളായിട്ട്. ഇനി പോലീസ് വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ട് പവിഴമല്ലി പൂത്തുലഞ്ഞ് അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓടുന്നു. ഓട്ടോ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്ത് ശ്രീനിവാസൻ ജീപ്പ് നിർത്തുമ്പോൾ SI തെറിച്ച് വീഴാൻ പോകുന്നു, കാരണം കുള്ളനായതുകൊണ്ട് എന്നുള്ള രീതിയിലൊക്കെ കഥാപാത്രങ്ങളെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിഞ്ഞു. അപ്പം കോടമ്പാക്കത്ത് ഇയാൾ സിനിമയിൽ അഭിനയിക്കാൻ ആദ്യം ചെല്ലുന്നു, പിന്നീട് അവിടെ തിരക്കഥയൊക്കെ എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ കഥയുടെ ഭാഗം എഴുതി കൊടുക്കാം. അങ്ങനെ കഴിവ് മനസ്സിലാക്കി പ്രിയദർശനും സത്യാനന്ദിക്കാടും ഒക്കെ കൂടെ ചേർത്താൽ ഒരിക്കൽ ഈ പറയുന്ന ശ്രീനിവാസനോട് ചോദിച്ചു, വീട്ടിൽ 2 സംവിധായകർ കൂടി ഉണ്ടല്ലോ, 3 പേരുണ്ടല്ലോ, മക്കൾ 2 പേര് സംവിധാനത്തിലേക്ക് എത്തി, അപ്പോൾ ഈ യാദൃശ്യമായി എത്തിയതാണ്, അതിൽ നിങ്ങൾക്ക് വലിയ സന്തോഷമല്ലേന്ന് ചോദിച്ചപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞ, അല്ല എനിക്ക് പേടിയാണ്, കാരണം എൻ്റെ കഞ്ഞിയിൽ അവൻ പാറ്റ വാരിയിടാൻ വന്നതാണോന്ന്. അവിടെ ഒരു ഹ്യൂമറാണ്, സ്വന്തം മക്കൾ സിനിമയിലേക്ക് എത്തിയ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ഓർമ്മ വന്നു എനിക്ക്. അദ്ദേഹത്തിനോട് ഒരിക്കൽ ഒരു ഇന്റർവ്യൂവർ ചോദിച്ചു,
മലയാള സിനിമയ്ക്ക് അങ്ങയുടെ സംഭാവന എന്താണെന്ന് ചോദിച്ചു. ഞാൻ എഴുതാതിരുന്ന തിരക്കഥകളാണ് മലയാള സിനിമയ്ക്ക് എൻ്റെ സംഭാവന. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് കാര്യം അല്ലേ? അതെ അതെ. അപ്പോ സത്യത്തിൽ ഈ അയ്യപ്പ പണിക്കർ, എനിക്ക് പെട്ടെന്ന് ഈ വാചകം പറഞ്ഞപ്പോൾ വേറൊരു വാചകം അയ്യപ്പ പണിക്കരുടെ ഓർമ്മ വന്നാണ്. അയ്യപ്പ പണിക്കർ പല ആളുകൾക്കും കൃതികൾക്ക് ഈ ഉള്ളിലേക്ക് നോക്കി ചിരിക്കുക എന്ന് പറഞ്ഞല്ലോ, അത് അയ്യപ്പ പണിക്കരും ധാരാളം ചെയ്തിട്ടുണ്ട്. എനിക്ക് പരിചയമുള്ള ആളുമാണ് അയ്യപ്പ പണിക്കര്. അപ്പോൾ ഈ അയ്യപ്പ പണിക്കർ പലർക്കും എഴുതി അവതാരികകൾ എഴുതി കൊടുക്കുമല്ലോ. ചെന്ന് പല എഴുത്തുകാരും അവതാരിക വേണം സർ എന്നൊക്കെ പറയുമല്ലോ. അയ്യപ്പ പണിക്കർ പിന്നെ എൻ്റെ അവതാരികകൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഇറക്കി. അദ്ദേഹം പലർക്കും എഴുതി കൊടുത്ത അവതാരികകൾ ചേർത്തിട്ടൊരു പുസ്തകം. അതിൻ്റെ മുഖവുരയിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ഞാൻ ഈ എഴുതാത്ത അവതാരികളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊക്കെയാണ് ഒരു അല്ലേ ഭയങ്കരമായ ഹ്യൂമർ സ്പാർക്കല്ലേ അതുണ്ടായിരുന്ന ആളുകൾ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ സംവിധാന സംരംഭങ്ങൾ, അദ്ദേഹം ഒരുപാട് കാലം ഈ സാധനങ്ങൾ കൊണ്ടുപോയില്ല. കാരണം അദ്ദേഹം സംവിധാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് പിന്നെ തിരക്കഥയ്ക്ക് അധികം ആളുകൾ വിളിക്കാതായി, അദ്ദേഹം തിരക്കഥ എഴുതാറായി. കാരണം സംവിധാനം ആയിക്കഴിഞ്ഞ ഒരാൾ അയാളോട് പലർക്കും അസൂയ വരും, കാരണം സംവിധായകനാണല്ലോ നയിക്കുന്നത്. പക്ഷെ അങ്ങനെ സംവിധാനം ചെയ്ത സിനിമകളല്ലേ ഈ വടക്ക് നോക്കിയ യന്ത്രം എന്നൊക്കെ പറയും. അത് ഇപ്പോൾ കുറച്ച് പഴയതാണെന്ന് പറയാം സാറേ. കുറച്ച് ഇപ്പൊ ശബരിമല സംബന്ധിച്ച് ഇത്രയും വിവാദമൊക്കെ നിൽക്കുന്ന ഒരു സമയത്ത് ഇപ്പൊ ചിന്താവിഷയം ഇറങ്ങിയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? എന്തൊരു സിനിമയാണ് അല്ല. തിലകൻ തന്നെ ഭാര്യയുടെ അച്ഛനും ഒക്കെ വന്ന് വരട്ടുന്നതും, പിന്നെ ഒരു ഷൂട്ടിംഗ് ഒക്കെ ഇല്ലേ, ക്യാമറയും കൂടെ ചാടുക ഇന്നും ആളുകൾ അത് പറഞ്ഞ് ചിരിക്കുന്നില്ലേ? അപ്പം ഈ പറയുന്ന കഥയ്ക്ക് അപ്പുറത്തേക്ക് തിരക്കഥയോ സംഭാഷണമോ ഒക്കെ എഴുതാൻ ശ്രീനിവാസനേക്കാൾ മികച്ച ഒരാളില്ലെന്ന് പ്രിയദർശൻ പോലും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സംഗതി എന്ന് വെച്ചാല് തിരക്കഥ മുഴുവനായിട്ട് എഴുതുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല, സീനുകൾക്കനുസരിച്ചാണ്. അദ്ദേഹം പലപ്പോഴും ഈ വേറെ ഷൂട്ടിങ്ങിന് പോയിട്ട് അഭിനയിക്കുന്ന സ്ഥലത്ത് നിന്ന് അന്നത്തേക്കുള്ള സീനുകളൊക്കെ എഴുതി കൊടുത്തിരുന്നതായിട്ടൊക്കെ പ്രിയദർശനൊക്കെ ഓർത്തിട്ടുണ്ട്. ആ ആനയും റോഡ് റോളറും തമ്മിലുള്ള ഒരു സീനില്ലേ, മറ്റേ വെള്ളാനകളുടെ നാട് എന്ന് പറഞ്ഞ സിനിമയിൽ, എന്നിട്ട് ഈ റോഡ് റോളർ പോയിട്ടൊരു മതില് തകർത്ത് വീടിന്റെ മതില് തകർത്ത് പോകുന്നില്ല, ആ സീനുകളൊക്കെ അന്ന് എഴുതി കൊടുത്തത് നേരത്തെ എഴുതി വെച്ചൊന്നും അല്ല, പ്ലാൻ ചെയ്തതല്ല. നമ്മള് കാണുന്ന രണ്ട് പ്രധാനപ്പെട്ട ഒരു സംഭവം, ഞാൻ കുട്ടിക്കാലത്തും കാണുന്നത് തൃപ്പൂണിത്തുറയിലെ തെരുവുകളിൽ കൂടിയൊക്കെ ഈ റോഡ് റോളർ പോകുന്നു, മുമ്പിൽ ഇങ്ങനെ ഒരു വട്ടമുള്ള സാധനം, ഈ റോഡ് റോൾ. അതുപോലെ ആനയും ഒരു വിചിത്രമായ മൃഗമാണല്ലോ, ഇങ്ങനെ ഒരു തുമ്പിക്കൈയെ ഇങ്ങനെ കൊമ്പ്. ഈ റോഡ് റോളറും ആനയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ അന്നത് ചിന്തിച്ചു, അന്തം വിട്ട കോമ്പിനേഷൻ ആയിരുന്നു. രണ്ട് വിചിത്ര മൃഗങ്ങൾ എന്ന് പറയാവുന്ന ഒരു സാധനം ആണ് ഈ റോഡ് റോളറും ആനയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ. പിന്നെ ആ ഒരു രംഗമുണ്ടല്ലോ, നമ്മുടെ കുതിരവട്ടം പൊപ്പുവിന്റെ താമരശ്ശേരി സാധനം. അതെ. അപ്പൊ ഇതിനകത്തൊക്കെ മികവ് പുലർത്തിയ, അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് പകരം വെക്കാനില്ലാത്ത ഒരു നടനും തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെ ആയിരുന്നു ഈ ശ്രീനിവാസൻ എന്ന് പറഞ്ഞത്. പിന്നെ ഇത് അല്ല, താക്കോൽ അങ്ങനെ വെച്ചല്ലോ, ജഗദീഷ് പറയുന്നു. അതെ, കാക്കക്കുയിൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് പ്രിയദർശൻ എപ്പോഴും തന്റെ സിനിമയ്ക്ക് ഇത്ര ഹ്യൂമർ ഒക്കെ എഴുതേണ്ടി വരുമ്പോൾ, ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ശ്രീനിവാസന്റെ സഹായം തേടാറുണ്ടെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറായ മമ്മൂട്ടിയുമായിട്ട് നല്ല ബന്ധമായിരുന്നെങ്കിലും പിന്നീട് മമ്മൂട്ടിയുമായിട്ട് വലിയ അകൽച്ചയായിരുന്നു. അവിടെ പറയേണ്ടത് എന്താണ്, വിവാഹം ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ അടുത്ത് പൈസ ഇല്ല ഭാര്യയെ, അപ്പോ മമ്മൂട്ടിയാണ് 2000 രൂപ കൊടുത്തത്, സഹായിച്ചാന്നല്ലേ. പക്ഷെ പിന്നീട് ആ ബന്ധത്തിൽ കുറച്ച് വിള്ളലൊക്കെ വീണു. പിന്നീട് വിള്ളൽ വീണാൻ കഴിഞ്ഞാൽ സാർ നേരത്തെ പറഞ്ഞ ഈ സ്റ്റാർഡം എന്ന് പറയുന്നതിനെ വലിയ രീതിയിൽ അങ്ങ് അപഹസിച്ചു, കളിയാക്കി. അതൊരു പരിധിവരെ ശരിയായിരുന്നു അല്ലേ. പക്ഷെ പിന്നീട് എന്താ പറ്റിയിട്ട് പിന്നെ ശ്രീനിവാസൻ ഇടയ്ക്കിടയ്ക്ക് രോഗത്തിൻ്റെ പിടിയിലായി. പക്ഷെ ഓരോ തവണ പിടിയിലാകുമ്പോഴും പൂർവാധികം ശക്തിയോടെ അദ്ദേഹം തിരിച്ചു വന്നിരുന്നു, രോഗങ്ങളൊക്കെ അതിജീവിച്ചു. ഭയങ്കര ഉൾക്കരുത്തെങ്കിലും ആ രോഗത്തോടു കൂടി സംസാരത്തിനൊക്കെ വലിയ പതർച്ചയും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ നേരത്തെ നമുക്കിത് അവസാനിപ്പിക്കുമ്പോൾ സിനിമയ്ക്ക് അങ്ങയുടെ
സംഭാവന എന്താന്ന് വെച്ചപ്പോൾ ഞാൻ എഴുതാത്ത തിരക്കഥകളാണെന്ന് പറഞ്ഞു. അതെ. പക്ഷേ 2 വലിയ സംഭാവനകളുണ്ടല്ലോ, വിനീതും ധ്യാനും. അതാ പറഞ്ഞ അവർ ഈ വിനീത് വളരെ പെട്ടെന്ന് പാട്ട് പാടുന്നതിലടക്കം മികവ് പുലർത്തും. പക്ഷെ ധ്യാനം ആലോചിക്കുക, എന്തൊരു ഹ്യൂമർ സെൻസ് ഉള്ള മനുഷ്യനാ. ആ ധ്യാനം വിമർശിക്കുമല്ലോ. അതാ പറഞ്ഞ ഭയങ്കര ഹ്യൂമർ സെൻസ്. അച്ഛനെ എങ്ങനെ ഞാൻ പറ്റിച്ചു, ഇതൊക്കെ കൃത്യമായിട്ട് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ശ്രീനിവാസന്റെ അതേ ഹ്യൂമർ സെൻസ് ഒക്കെ പകർന്നു തരാൻ പറ്റുന്ന ധ്യാനിനെയും മലയാളത്തിന് മികച്ചൊരു സംവിധായകനായ ഈ മറ്റ് രണ്ടാമത്തെ മകനെയൊക്കെ സംഭാവന ചെയ്തു. ശരിക്കും പറഞ്ഞാൽ 3 സംവിധായകരുള്ള ഒരു വീട്ടിലായിരുന്നു ശ്രീനിവാസൻ കഴിഞ്ഞിരുന്നത്. മലയാളത്തിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യം. മലയാളത്തിന് വലിയ സംഭാവനകൾ ചെയ്ത ഒരു സിനിമാ കുടുംബത്തിൻ്റെ, അത് സിനിമാ കുടുംബമാണ് ശ്രീനിവാസന്റെ കുടുംബം. ആ സിനിമാ കുടുംബത്തിന് ഒരു കാരണവർ ഇല്ലാതാവുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ഏറ്റവും അടുത്തൊരു ചങ്ങാതിയെ കൂടിയാണ്. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.